നിങ്ങൾ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാകില്ലേ? അപ്പോൾ ആ സിനിമയിലൂടെ തന്നെയായിരിക്കും നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവുക. ആ സിനിമയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കുറെ സീനുകളുണ്ട്. അതിലൊന്നാണ് കടം മേടിച്ചിട്ട് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ദുൽഖറിന്റെ അവസ്ഥ. ആ ഒരു സമയത്ത് ആളുകൾ ദുൽഖറിനെ അടിക്കുന്ന സീന് വരെയുണ്ട്. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഇരുന്നങ്ങ് കരഞ്ഞു പോകും. അത്രക്കും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീനായിരുന്നു അത്. ആ ഒരു സീൻ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല രീതിയിൽ വിഷമായി. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു സങ്കടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക? ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ലേ? അത് തന്നെയാണ് ഇതിലുമുള്ളത്. അപ്പോൾ ഈ സങ്കടങ്ങളെല്ലാം അനുഭവിച്ച ശേഷം തൻ്റെ വിജയത്തിനായിട്ട്, അതായത് ദുൽഖർ ഈ സിനിമയിൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു കുതിപ്പാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പിന്നെ ഈ സിനിമ അങ്ങ് എൻഡ് വരെ നമ്മളെല്ലാം കോരി തരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയെ കുറിച്ചൊന്നുമല്ല. ഈ സിനിമയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട്. ആ വ്യക്തി തികച്ചും ഒരു സാങ്കല്പികമാണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം അത് നമ്മുടെ ഇവിടെ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് വേറെ ആരുമല്ല, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചുകുലുക്കിയ ഹർഷ എന്ന അർഷബ് മേത്ത. അപ്പോൾ 1990-കളിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർസ് വാങ്ങാനായിട്ട് ബാങ്കുകൾക്ക് പറ്റില്ലായിരുന്നു. അതുമാത്രമല്ല, ബാങ്കും ഷെയർ മാർക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു നിയമവും കൊണ്ടുവന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിലെ എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കിലൂടെ ആകാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നിയമം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബിഗ് ടൈക്കൂണായ അർഷദ് മേത്ത അന്ന് ബോണ്ട് വിൽക്കാൻ തയ്യാറായിരുന്ന വലിയ ബാങ്കുകളിൽ നിന്ന് ബോണ്ട് വാങ്ങിയ ശേഷം ബോണ്ട് വാങ്ങാൻ തയ്യാറായ ചെറിയ ബാങ്കുകളിൽ നിന്ന് വലിയ എമൗണ്ടിന് ബോണ്ട് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചെറിയ ബാങ്കിൽ നിന്ന് അർഷദ് മേത്ത ബോണ്ടിന്റെ പണം വാങ്ങിയ ശേഷം ഷെയർ മാർക്കറ്റിൽ ഷെയർസിന്റെ പ്രൈസിനെ ലെസ് ആക്കിയ ശേഷം ആ ഷെയർസ് എല്ലാം വാങ്ങും. എന്നിട്ട് അദ്ദേഹം തന്നെ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് കൂട്ടുകയും ചെയ്യും. എന്നിട്ട് അത് ഒറ്റ ഒരു വിൽക്കലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാങ്കിലെ പൈസയും ഷെയർ മാർക്കറ്റിലെ പൈസയും ഇതെല്ലാം കൂടി ഒരുമിച്ചിങ്ങ വരും. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു കളിക്കാരനായിരുന്നു ദുൽഖർ സൽമാൻ. അപ്പോൾ ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ വിലയറിയാത്ത നമ്മുടെ DQ അപ്പോൾ അത് ടാലിയാക്കാൻ വേണ്ടി തോന്നിയ എമൗണ്ട് ബോണ്ടിൽ എഴുതിയിട്ടു. അതിനുശേഷം ആ എമൗണ്ട് മുഴുവനും ദുൽഖർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ജീവനക്കാരനായതുകൊണ്ട് തന്നെ വേറെ ആരും ചോദിക്കാനുമില്ല. പക്ഷേ ഈ കഴിഞ്ഞിടക്ക് നടന്ന കോർപ്പറേറ്റ് ബാങ്കിലെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻസ്പെക്ഷൻ ഒക്കെ നടന്നിട്ട് കുറെ പണത്തിന്റെ തിരിമറിയും ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അതിനുശേഷമാണ് നമ്മുടെ ഇവിടെയെല്ലാം ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങിയത്. ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതോടെയാണ് അത് ശക്തമാക്കിയത്. അപ്പോൾ അർഷദ് മേത്ത ഈ വ്യാജ ബോണ്ടുകൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ACC സിമന്റിന്റെ ഒരു സ്റ്റോക്ക് എടുക്കാം. അതിലൊരു 200 രൂപയാണ് ഷെയർ എന്ന് വെച്ചോളൂ. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു ഷെയർ ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു 150 രൂപയുടെ ഷെയർ ഉണ്ടാക്കിയ ശേഷം അത് 9000 രൂപയ്ക്ക് അങ്ങോട്ട് ഉയർത്തും. എന്നിട്ട് അതങ്ങ് വിൽക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്താണ് അർഷദ് മേത്ത പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അർഷദ് മേത്ത ഇതേപോലെ ഷെയർ മാർക്കറ്റിൽ വാങ്ങിയും വിറ്റും നടത്തിയ കള്ളത്തരങ്ങളിലൂടെ സ്വന്തമാക്കിയത് എത്ര കോടി രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 1ഉം 2ഉം ഒന്നുമല്ല, 4000 കോടി രൂപ. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകയായ സുചിത്ര ദലാൽ ഇതെല്ലാം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം 1995-ൽ അർഷദ് മേത്തയെ CBI അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ജീവപര്യന്തം തടവായിരുന്നു അർഷദ് മേത്തയ്ക്ക് ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ 2001-ൽ പൂനെ ജയിലിൽ വെച്ച് തൻ്റെ 47ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ബ്ലാക്ക് മണിയല്ല അദ്ദേഹം വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുറെ ഏജന്റുമാരുണ്ടായിരുന്നു. അതായത് ലോണ്ടറി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് എങ്ങനെയാണ് ലോണ്ടറി ബിസിനസ് ചെയ്യുന്നതെന്ന് അറിയണോ? അതായത് ബ്ലാക്ക് മണി എങ്ങനെ ഇല്ലീഗലായിട്ട് വൈറ്റ് മണി ആക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.